ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബള്ളേഴ്സ് ഓഫ് ബച്ചൻ. ഈ സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിലെ ഒരു സീ കേവാണിത്. പാർക്കിംഗ് സൗകര്യമുണ്ട്. സ്കോട്ട്ലൻഡ് അബർഡീനിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അബർഡീനിൽ നിന്നും കുറച്ചുകൂടെ ഒക്കെ ദൂരമേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഈ സ്ഥലം ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റാണ്. എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പോകുമ്പം കുറച്ച് റിസ്കി വഴികളാണ്. സൂക്ഷിച്ചും കണ്ടും പോവുക. വളരെ നാരോ ആയിട്ടുള്ളൊരു പാസേജാണ് ഇത്. ഞാൻ കുറച്ച് നേരത്തെ എടുത്ത വീഡിയോ ആണ്. ഇവിടെ പോകാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത് ബിറ്റ്വീൻ മെയ് ആൻഡ് ജൂലൈ ആണ്. പഫിൻസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബേർഡുണ്ട്. ഒരു ടൈപ്പ് ദേശാടനക്കിളിയാണ്. ആ കിളികളെ കാണാൻ പറ്റിയൊരു ടൈമും ഈ ബിറ്റ്വീൻ മെയ് ആൻഡ് ജൂലൈ ആണ്. ആ സമയത്ത് ഈ ബേർഡ്സ് ഇവിടെ ഈ പാറകൾക്കിടയിലൊക്കെ കൂട് കൂട്ടി, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ബേർഡ് വാച്ചിങ്ങിന് വേണ്ടിയിട്ടും വരാറുണ്ട് ആ ടൈമിൽ. ഇതാണ് ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത ആ ഒരു സീ കേവ്. ബള്ളേഴ്സ് ഓഫ് ബച്ചൻ എന്ന് പറയുന്ന ഒരു സീ കേവാന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു നാച്ചുറലി ഫോം ആയിരിക്കുന്ന ഒരു കേവാണ്. കേവ് ലൈക്ക് സ്ട്രക്ചറാണ്. സമ്മർ ടൈമിൽ പഫിൻസ് മാത്രമല്ല പല ടൈപ്പ് സീ ബേർഡ്സിനെ ഇവിടെ കാണാൻ പറ്റും. മാത്രമല്ല പല ടൈപ്പ് ഫ്ലവേഴ്സും അവിടെ പൂത്തിരിക്കുന്നത് കാണാം. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ മനോഹരതയെ കണ്ടതിന് ശേഷം പിന്നെ പോയത് ന്യൂസ് ലെയിൻസ് കാസിലേക്കാണ്. ഈ കാസിൽ സ്ഥിരീകരിക്കുന്നത് ബള്ളേഴ്സ് ഓഫ് ബച്ചൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ ബള്ളേഴ്സ് ഓഫ് ബച്ചൻ കാണാൻ പോകുന്ന ആൾക്കാർ ഈ ഒരു കാസിലൂടെ കവർ ചെയ്തിട്ട് വരണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇറ്റ്സ് എ ഹൈലി റെക്കമെൻഡഡ് പ്ലേസ്. പാർക്കിംഗ് ഫീ ഇല്ല, എൻട്രി ഫീ ഇല്ല. നല്ല മനോഹരിതമായിട്ടുള്ളൊരു സ്ഥലം. അവിടെ പോയി ആ ഒരു ബീച്ച് സൈഡും ആ കാസിലും, പൊട്ടിപ്പണിയ കാസിലും ആ ഏരിയ ഒക്കെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കൊരു പ്രത്യേക ഫീലാണ്. അത് അധികം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ അധികം തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം പോകുന്ന ആൾക്കാർ ഇതിലൂടെ കവർ ചെയ്തിട്ട് വരിക. ഈ കാസിൽ ശരിക്കും 16-ാം നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ച ഒരു ടവർ ഹൗസാണ്. അങ്ങനെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.